വളരെ അപകടകരമായൊരു വിഗതിയിലാണ് നമ്മുടെ രാഷ്ട്രം പോയിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രമല്ല, രാഷ്ട്രത്തിലെ ചില സ്പന്ദനങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ജാഗ്രതയോടുകൂടി ഓരോ പൗരനും ഇരിക്കേണ്ടുന്ന സമയമാണിത്. വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണങ്ങൾ ഉണ്ടാവാം. നമ്മൾ ഓരോരുത്തരും പല പല ആവണം, ഒന്ന് മാത്രം മതി എന്ന് ഞാൻ പറയില്ല. പക്ഷേ രാഷ്ട്രമായിരിക്കണം പ്രധാനം. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും രാഷ്ട്രമുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രമെന്ന രീതിയിൽ ഭാരതം എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും ലോകത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഭാരതത്തിൻ്റെ വികാസം ഓരോ മേഖലയിലും സംഭവിക്കുന്നത്. ഓരോ മേഖലയിലും അത് സാമ്പത്തിക ശക്തി എന്ന രീതിയിൽ ഏറ്റവും ആദ്യം പറയാം. വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ പരിവർത്തനത്തിൽ, വളർച്ചയിൽ വലിയ ഉയർച്ചയാണ് സംഭവിക്കുന്നത്. സൈനിക ബലത്തിൽ, ഇലക്ട്രോണിക്സിൽ, കയറ്റുമതിയിൽ, നയതന്ത്ര ബന്ധങ്ങളിൽ ഓരോ മേഖലയും ഉയർന്നുയർന്നു പോവുകയാണ്. അതും സ്വന്തം പൈതൃകത്തിൽ ഉറച്ചുകൊണ്ടുള്ള പോക്കാണ്. ഇങ്ങനെ ഭാരതം ലോകത്തിൻ്റെ നേതൃനിരയിലേക്ക് ഉയരുന്നത് ഒട്ടും സഹിക്കാത്ത ഒരുപാട് രാജ്യങ്ങൾ ലോകത്തിലുണ്ട്. അവർ വീണ്ടും ഭാരതത്തിൻ്റെ അവസ്ഥ പഴയ ഇന്ത്യയുടേതാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി എത്ര കോടി ഡോളറും ഇറക്കാൻ തയ്യാറാണ്. അവരുടെ കയ്യിലെ ഉപകരണങ്ങളായി തീരുന്നു പല രാഷ്ട്രീയ കക്ഷികളും, സംഘടനകളും, മാധ്യമങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന സമൂഹ മനസ്സ്. ഇതാണ് ഭാരതം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഒരേ മാതൃക ഇവിടെ ആവർത്തിക്കുന്നു. പഞ്ചാബ്, ഹരിയാന, ദില്ലി കേന്ദ്രീകരിച്ച് നടന്ന കർഷക സമരമായാലും ഭാരതത്തിൻ്റെ പരമാധികാരത്തിനനുസൃതമായി കാശ്മീരിന് പ്രത്യേക പദവി കൊടുക്കുന്നത് ഒഴിവാക്കിയപ്പോഴുള്ള സംഘർഷമായാലും ഭാരതത്തിൻ്റെ പൗരസംരക്ഷണത്തിന് വേണ്ടിയുള്ള സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് വിരുദ്ധ സമരത്തിലായാലും എല്ലാം നമ്മൾ ഒന്ന് തന്നെയാണ് കണ്ടത്. അത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ കോക്രോച്ച് പാർട്ടിയുടെ സമരത്തിലും കണ്ടത്. അത് തന്നെയാണ്, ഒറ്റ പ്ലോട്ട്. ആരെല്ലാമോ എവിടെ നിന്നെല്ലാമോ രചിക്കുന്ന തിരക്കഥയ്ക്കനുസരിച്ച് ആടുന്ന കുറേ പാവകളായി നമ്മൾ മാറുകയാണ്. ഏതാനും ചില ദേശീയ മാധ്യമങ്ങളെങ്കിലും വസ്തുതകളെ അപഗ്രഥിക്കാൻ തക്കവിധ അറിവുകൾ നൽകുന്നത് സമാധാനം. പക്ഷേ ഭൂരിഭാഗവും വിപരീതമാണ്. അതിനനുസരിച്ചായി പോകുന്നു ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ, ചിന്താധാരകൾ. ധർമ്മസ്ഥലയിൽ നമ്മൾ കണ്ടു, അയോധ്യയിൽ നമ്മൾ കണ്ടു. വസ്തുത സത്യസന്ധമായി നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് പുറത്തു വന്നാലും ഒരു ഘട്ടത്തിൽ ആരോപിക്കപ്പെട്ടത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരു ലജ്ജയുമില്ലാത്തൊരു സമൂഹമായി നമ്മൾ തീർന്നിരിക്കുന്നു. കോടതി നിയമിച്ച കമ്മീഷനും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അയോധ്യയിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തെളിവ് സഹിതം കാണിച്ചാലും ഇപ്പോഴും മാധ്യമങ്ങളിൽ അയോധ്യയിൽ രാമനെ കട്ടില്ലേ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഒരു ലജ്ജ വേണ്ടേ? ഈ വികലമായ സമൂഹ മനസ്സ് അകസ്മാത് ഉണ്ടായതല്ല, ബോധപൂർവമായി ഉണ്ടാക്കിയെടുത്തപ്പെട്ടതാണ്.
കോടികൾ കോടികൾ ഒഴുക്കി ഉണ്ടാക്കിയതാണ്. ആ സമൂഹ മനസ്സിൻ്റെ താളമനുസരിച്ച് അധികാരത്തിലേറുന്നവർ വീണ്ടും വീണ്ടും രാഷ്ട്രത്തെ നശിപ്പിക്കാൻ തയ്യാറാണ്, തങ്ങളുടെ താൽക്കാലിക ലാഭം മാത്രം ലക്ഷ്യമാക്കിയിട്ട്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിച്ച ധീരന്മാരായ ദേശാഭിമാനികൾ അവരിടക്കാലത്ത് ഓരോരുത്തരായി തമസ്കരിക്കപ്പെട്ടു. ഓരോരുത്തരായി. എന്നല്ല, കുറേ ദശകങ്ങളെ കൊണ്ട് ഭാരതം സഹന സമരം കൊണ്ട്, ഉപവാസങ്ങളെ കൊണ്ട്, സത്യാഗ്രഹങ്ങളെ കൊണ്ട്, ചർക്ക തിരിച്ചതിനെ കൊണ്ട്, സഹന സമരം കൊണ്ട് സ്വാതന്ത്ര്യം നേടിയെന്ന് കുട്ടികളെ പഠിപ്പിച്ചു. ഏറ്റവും വലിയ പൊട്ടത്തരം. തൂക്കുകയറിന് മുമ്പിലേക്ക് തല ഉയർത്തി അങ്ങ് ഉള്ളിലേക്ക് വയ്ക്കുമ്പോഴും വന്ദേ മാതരം എന്ന് ആലപിച്ച ധീരദേശാഭിമാനികളെ നമ്മൾ മറന്നു. സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള, അരവിന്ദ ഘോഷിനെ പോലുള്ള മഹാന്മാരെ നമ്മൾ മറന്നു. അനേക ദശകങ്ങളിൽ ഒരുപക്ഷെ ഇംഗ്ലീഷുകാർ ഇവിടെയുള്ള സമയത്ത് പോലും ഇത്ര വികലമായ വിദ്യാഭ്യാസ വ്യവസ്ഥ ഉണ്ടായിട്ടില്ല. മറിച്ച് നമ്മളെ പഠിപ്പിച്ചു, ഇത് ചർക്ക തിരിച്ചു നേടിയ സ്വാതന്ത്ര്യമാണ്, ചർക്ക തിരിച്ചു നേടിയ സ്വാതന്ത്ര്യമാണ്, സഹനസമരം കൊണ്ട് നേടിയതാണ്, പഠിപ്പിച്ചു. നമ്മളങ്ങ് ഏറ്റുവാറുകയും ചെയ്തു. ധീരന്മാർ മുഴുവൻ അപമാനിക്കപ്പെട്ടു. കൊടും യാതനകൾ അനുഭവിച്ച, രാഷ്ട്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമുക്ക് ചിന്തിക്കാനാവാത്ത യാതനകൾ അനുഭവിച്ച ധീരന്മാർ തമസ്കരിക്കപ്പെട്ടു. പക്ഷേ സത്യവും ചരിത്രവും പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, കഴിയേയില്ല. അത് മുഴുവൻ നമ്മുടെ അധീനതയിൽ മാത്രമാണെങ്കിൽ കഴിയുമായിരുന്നു, ഈ കാലഘട്ടം കൊണ്ട് നശിപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ പലതിലേക്ക് നമുക്ക് അങ്ങനെ നശിപ്പിക്കാനുള്ള ശ്രദ്ധ പോയിട്ടുമില്ല. ഇങ്ങനെയൊക്കെ കാലചക്രഗതിയിൽ സ്ഥിതിഗതികൾ മാറും, നാളെ ഇത് പരിശോധിക്കാനുള്ള ആൾക്കാരൊക്കെ മുന്നോട്ട് വരുമെന്ന് ഓർത്തിട്ടും ഉണ്ടാവില്ല. ഏതായാലും ബ്രിട്ടീഷ് ആർക്കൈവ്സിലായാലും പല സർക്കാർ രേഖകളിലായാലും നശിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ സത്യരേഖകളുണ്ട്. അവയിലൂടെ നമുക്ക് വീണ്ടും സത്യത്തെ തിരിച്ചറിയാം. അങ്ങനെ തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും അധികം കാലം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ജയിൽ ശിക്ഷ അനുഭവിച്ച മഹാനുഭാവൻ വീര സവർക്കർജിയാണ്. അചിന്ത്യങ്ങളായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി. പീഡനങ്ങൾക്ക് ഒരു സ്ഥലത്തും കയ്യും കണക്കും ഇല്ലെങ്കിലും ലോകം അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും ഭീകരമായ പീഡനങ്ങൾ നടന്ന സ്ഥലമാണ് കാലാപാനി എന്നൊക്കെ അറിയപ്പെട്ട ആൻഡമാൻ. നമുക്കറിയാം. അങ്ങനെ എത്ര പേര്. അവരെല്ലാം തമസ്കരിക്കണം, അവരെല്ലാം മാറ്റിവെക്കണം. കാരണം അവർ ഭാരതത്തിന് വേണ്ടി പറഞ്ഞവരാണ്. അവരാരും ഇന്ത്യ വിഭജനത്തിന് വേണ്ടി പറഞ്ഞവരല്ല. അവർ ഭാരതാംബയ്ക്ക് വേണ്ടി യത്നിച്ചവരാണ്. പക്ഷേ എല്ലാ കാലവും തമസ്കരിക്കാൻ പറ്റില്ല. ഒരധ്യാപകനെ ജയിലിലടച്ചത് കൊണ്ട് സത്യം സത്യമല്ലാതാകില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് വീര സവർക്കർജിയെക്കുറിച്ച് ചോദ്യമിട്ടപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തി. കേരളം എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് ഈ ഒരു വിഷയം മാത്രം പഠിച്ചാൽ പോരാ, എല്ലാ വിഷയങ്ങളിലും ഇങ്ങനെ തന്നെ. നിഷ്കളങ്ക മനസ്സുകളെ കൊണ്ട് പോലും കലുഷിതമായി ചിന്തിപ്പിക്കത്തക്ക രീതിയിൽ മാധ്യമങ്ങൾ പ്രവർത്തിക്കുകയാണ്.
എന്നോട് നേരിട്ട് 2-3 അമ്മമാർ, ആ അമ്മമാർ ഭാരതത്തിൻ്റെ പേരിൽ അഭിമാനിക്കുന്നവരാണ്, അല്ലാതെ ഭാരതത്തെക്കുറിച്ച് അഭിമാനം ഇല്ലാത്തവരല്ല. അവർ ചോദിച്ചിട്ടുണ്ട്, സ്വാമി എന്നാലും ഈ വിദ്യാർത്ഥികളെ ഇങ്ങനെ തല്ലിച്ചതച്ചില്ലേ? കാരണം മാതൃഹൃദയമാണ് അവിടെ. എപ്പോ 100 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അതിമാരകമായി ആക്രമിച്ച ശേഷം, 100 പൊതുമുതൽ നശിപ്പിച്ച ശേഷം, ഗർഭിണിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് മരണം വരെ വരിക്കേണ്ടി വന്നു. അത്രമാത്രം പീഡനം ആ അമ്മ ഏറ്റെടുത്തു. പലരെയും ഇഞ്ചിഞ്ചായി കൊന്നു. മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു കുറേ പേര് ആശുപത്രികളിൽ. എന്താ അവർ ചെയ്ത കുറ്റം? അവർ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിപ്പോയി. വേറൊരു കുറ്റമില്ല. നമ്മളെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തില്ല. നമ്മൾ മാധ്യമങ്ങളിലൂടെ പിന്നീട് അറിഞ്ഞു, ഇന്നത്തെ പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നവർക്ക് കോടികൾ ഒഴുക്കി കൊടുത്തു. ഒരു തരം വാർത്തകളെ പ്രൊജക്റ്റ് ചെയ്തു, മറ്റേ തരം വാർത്തകളെ മൂടി വെച്ചു. അവർ മാപ്പ് പറഞ്ഞു, അത് രാഷ്ട്രം അറിഞ്ഞു. മാപ്പിൽ തീരുന്ന പ്രശ്നമാണോ ഇത്? ചിന്തിക്കൂ. അതൊക്കെ പോട്ടെ, ഹൈ സെക്യൂരിറ്റി സോണായിട്ടുള്ള പാർലമെൻറ്റിൻ്റെ അരികത്തേക്ക് പ്രക്ഷോഭവുമായി ചെന്നാൽ ഷൂട്ട് ചെയ്യാണ് ചെയ്യുക. ഷൂട്ട് ചെയ്യുക ചെയ്യേണ്ടത്. ഇത് പറഞ്ഞതിന് DG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തു. ഷൂട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് എന്താ ചെയ്യേണ്ടത്? കാരണം സ്ഥലം നോക്കേണ്ട ഏതാണ്? നിങ്ങൾ മറ്റൊരു മൈതാനിയിൽ വല്ലതും ചെയ്തു അവിടെ ഷൂട്ട് ചെയ്യേണ്ട. അവിടെ വേണ്ടി വന്നാൽ ഷൂട്ട് ചെയ്യേണ്ടി വരും. കാരണം രാജ്യത്തിൻ്റെ രക്ഷയാണ് മുഖ്യം. നേരെ മറിച്ച് പാർലമെൻറ്റിന് അരികിലേക്ക് വന്നാൽ ഉണ്ടല്ലോ, ചരിത്രമുണ്ടല്ലോ, പ്രസിഡൻസ് ഉണ്ടല്ലോ. എത്ര സന്യാസിമാരെയാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്ത് വെടിവെച്ച് കൊന്നത്? എത്ര സന്യാസിമാരെ വെടിവെച്ച് കൊന്നു? പരംപൂജ്യ കരപാത്രജിയെ പോയി നമസ്കരിച്ചു ഇന്ദിരാഗാന്ധി. തെരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്ന് അനുഗ്രഹിക്കണം. കരപാത്രജി പറഞ്ഞു ജയിച്ചു വരട്ടെ, പക്ഷേ ഒരു വ്യവസ്ഥ, നിങ്ങൾ പ്രധാനമന്ത്രിയായാൽ ഗോവധം നിരോധിക്കണം. അങ്ങനെ നിരോധിക്കാതെ വന്നപ്പോൾ ഗോസംരക്ഷണത്തിന് വേണ്ടി സന്യാസിമാർ മാർച്ച് ചെയ്തു. മുഴുവൻ പത്രങ്ങളിലും സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിട്ട് വാർത്തകൾ പുറത്തു വരാതെ എത്ര പേരെയാണെന്ന് വെടിവെച്ച് കൊന്നത്? സത്യമാണോ അല്ലയോ? അപ്പം ഇത് വളരെ വികലമായൊരു സമൂഹ മനസ്സിനെ രൂപപ്പെടുത്തും വിധം മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികളും എല്ലാം കൂടി അങ്ങ് ചേരുമ്പോൾ വേറെ എന്ത് പ്രശ്നം വന്നാലും വാതുറക്കാത്ത സിനിമക്കാരും എല്ലാവരും ഒന്നാവുക. രാഷ്ട്രം കരുതലോടുകൂടി ഇരിക്കണം. അഭിമാനത്തോടു കൂടി നശിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നേപ്പാളിൽ പരീക്ഷണം ചെയ്ത് വിജയിച്ചതാണ്. ബംഗ്ലാദേശിൽ പരീക്ഷണം ചെയ്ത് വിജയിച്ചതാണ്. ശ്രീലങ്കയിൽ പരീക്ഷണം ചെയ്ത് വിജയിച്ചതാണ്. അതേ പ്ലോട്ടാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷെ സമർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സംവിധാനം ഉള്ളതുകൊണ്ട് ഭാരതം നശിക്കുകയൊന്നുമില്ല. എങ്കിലും ഇവിടെ ഏറ്റവും അധികം ബോധം വേണ്ടത് പൗരന്മാർക്കാണ്. വളരെ കുഴഞ്ഞു മറിഞ്ഞ സങ്കീർണമായി പരസ്പര ബന്ധിതങ്ങളായ വിഷയങ്ങളാണ്. പക്ഷേ സമൂഹ മനസ്സിനെ രൂപപ്പെടുത്തുന്നത് നോക്കൂ. ഏറ്റവും ഉദാഹരണം, ഈ 1-ാം പേജിൽ ദിവസങ്ങളോളം വലിയ വണ്ടയ്ക്ക കൊടുത്ത പത്രങ്ങൾ ധർമ്മസ്ഥലയുടെ പേരിൽ 400 പെണ്ണുങ്ങളെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കുഴിച്ചിട്ടു എന്ന് പറഞ്ഞതായ വാർത്തകൾ കൊടുത്തവർ ഒരു ഒറ്റ ശവം പോലും അവിടെ ഇല്ല, ഒന്നുപോലും നടന്നിട്ടില്ല എന്ന് വന്ന വാർത്ത ഫ്രണ്ട് പേജ് കൊടുക്കാൻ തയ്യാറായോ? അയോധ്യയിൽ എന്തോ മാരകമായ കൊള്ള നടത്തിയിരിക്കുന്നു എന്ന് 1-ാം പേജിൽ കൊടുത്തവർ അവിടെ ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരല്പം പോലും തെറ്റ് സംഭവിച്ചിട്ടില്ലെന്നും ഒരു വസ്തുവും നഷ്ടപ്പെട്ടില്ല, നമ്പർ വെച്ചിട്ട് എല്ലാ ഐറ്റവും അവിടെ തന്നെ ഉണ്ടെന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ റിപ്പോർട്ട് ഫ്രണ്ട് പേജ് കൊടുക്കാൻ തയ്യാറായോ?
കൊള്ള നടന്നിട്ടുണ്ട്, കുറ്റവാളികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാർ, ആ കൂട്ടത്തിൽ അവിടെയുള്ള ജീവനക്കാരൻ ഒരാളും കൂടി, അവരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ട്രസ്റ്റത്തെ ആരുമല്ല. ഈ കുറ്റകൃത്യം പുറത്തു കൊണ്ടുവന്നത് ട്രസ്റ്റാണ്. കാരണം ട്രസ്റ്റാണ് CCTVയിൽ മോഷണം നടക്കുന്നത് കണ്ടുപിടിച്ചതും ഗവൺമെൻറ്റിന് പരാതിപ്പെട്ടത്. ട്രസ്റ്റിന് മൂടി വയ്ക്കാമായിരുന്നു. ചിന്തിക്കുക. നമ്മളെ വാർത്ത അങ്ങനെയാണോ കൊടുത്തത് മാധ്യമങ്ങൾ? അപ്പോൾ രാഷ്ട്രം വലിയൊരു ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിലാണ്. എല്ലാ കാലഘട്ടങ്ങളിലും 15-നും 25-നും ഇടയ്ക്ക് വയസ്സുള്ളവരുണ്ടായിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും 25-നും 35-നും ഇടയ്ക്ക് വയസ്സുള്ളവരുണ്ടായിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും 35-നും 45-നും ഇടയ്ക്ക് വയസ്സുള്ളവരുണ്ടായിട്ടുണ്ട്. ഇപ്പം എന്താ ഒരു വിശേഷം? അറിയാത്തതുകൊണ്ട് ചോദിക്കുക. അപ്പം അനാവശ്യങ്ങളായ വൈകാരികങ്ങളായ മാനങ്ങളെ കൊടുത്ത് രാഷ്ട്രവിരുദ്ധമായിരിക്കുന്ന രീതിയിൽ പക്വതയില്ലാത്തവരെ, ഇമോഷണൽ മെച്യൂരിറ്റി വന്നിട്ടില്ലാത്തവരെ ഇളക്കി വിടാൻ ശ്രമിക്കുന്നവർ അവരുടെ സ്വന്തം അടിത്തറയാണ് ഇളക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. ഏതായാലും ഗൗരവമുള്ള വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. കോടതിയുടെ ഇടപെടലുകൾ എങ്ങനെ ഉണ്ടാവും നോക്കി കാണാം, അത്രേ പറയാനുള്ളൂ. പക്ഷേ തൻ്റെ മുമ്പിൽ അധർമ്മം വിളയാടുന്നത് കാണുമ്പോൾ മൗനം അവലംബിക്കുന്നത് അധാർമികതയാണ്. മൗനം വെടിയോ? പണ്ടാണെച്ചാൽ ന്യൂസ് പേപ്പർ വേണം, കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ആകാശവാണി, കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ദൂരദർശൻ, കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഒരുപാട് സാറ്റലൈറ്റ് ബേസ്ഡ് ചാനൽസ് വന്നു. ഇന്നിപ്പോൾ അതൊന്നും വേണ്ട, നമ്മൾ ഓരോരുത്തരും മാധ്യമങ്ങളാണ്. ഈ കൂട്ടത്തിൽ ആർക്കാ ഫേസ്ബുക്ക് ഇല്ലാത്തവരുണ്ടെങ്കിൽ പറയൂ. ഈ കൂട്ടത്തിൽ ആർക്കാ വാട്സപ്പ് ഇല്ലാത്ത? ഇൻസ്റ്റാഗ്രാമിൽ ചെരിഞ്ഞൊരു ഫോട്ടോ മറിഞ്ഞൊരു ഫോട്ടോ ഇടുന്നതിന് പകരം അതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? രാഷ്ട്രത്തെ സംബന്ധിച്ച് സംസാരിക്കൂ. രാഷ്ട്രമാകട്ടെ നമ്മുടെ മുൻ വിഷയം, ബാക്കിയെല്ലാം മാറ്റിവെക്കൂ. വളരെ ഗൗരവമുള്ളതാണ്. ചിന്തിക്കുക എന്ന് മാത്രം പറഞ്ഞ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല, അങ്ങ് നീണ്ടുപോകും. ശരി, സന്തോഷം.